നമസ്കാരം. പത്തനംതിട്ട സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അധികം താമസിക്കാതെ തന്നെ നമുക്ക് ഈ എപ്പിസോഡുകളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. കഴിഞ്ഞ എപ്പിസോഡിലെ വിവരങ്ങളനുസരിച്ച് നമ്മൾ അറിഞ്ഞു, അനഘയും അതുപോലെ തന്നെ ചന്തുമോളും കൂടെ അനന്തപുരിയിലേക്ക് വന്നിരിക്കുകയാണ്. നവ്യയും നയനയും എല്ലാം കൂടി ചേർന്നിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാലും നവ്യ അവിടെ നാടകം കളിക്കുകയാണ് കേട്ടോ. നവ്യയുടെ അറിവോട് കൂടിയല്ല എന്നുള്ള രീതിയിലാണ് അഭിയോടും ജലജയോടും ഒക്കെ നവ്യ പെരുമാറുന്നത്. അങ്ങനെ ചന്തുമോളും അനഘയും അവിടെ എത്തുമ്പോഴേക്കും അഭിക്ക് അങ്ങ് BP കൂടുകയാണ്. അഭിക്ക് ഭയങ്കര ടെൻഷൻ ആവുകയാണ്. ഇനിയിപ്പോൾ എങ്ങനെ ചന്തുമോളെയും അനഘയും ഇല്ലായ്മ ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ അവൻ ആലോചിക്കുക. അതിനു വേണ്ടിയിട്ട് പല പല പണികളും അഭി ചെയ്യുന്നുണ്ട്. എന്നാൽ അഭിയുടെ ഈ വെപ്രാളവും വിഷമവും അതുപോലെ തന്നെ അവനെ കൊടുക്കാനായിട്ട് ഒരു കച്ചിത്തുരുമ്പ് അത് കിട്ടുകയും വേണം നവ്യയ്ക്ക്. അവനെ ഇട്ട് കുരങ്ങ് കളിപ്പിക്കുകയാണ് നവ്യ കേട്ടോ. അതിനുശേഷം അവനെ പിടിക്കാനായിട്ടുള്ള തന്ത്രങ്ങളും നവ്യ തന്നെ മെനയാണ്. അങ്ങനെ അനഘയെ കൊല്ലാൻ വേണ്ടി ചെല്ലുന്ന അഭിയെ കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ നവ്യ. എന്നിട്ട് നന്ദു വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് സകല തെളിവുകളോടും കൂടി. അന്തം വിട്ട് നിൽക്കുകയാണ് ജലജയും അഭിയും ആ സമയത്ത്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അനഘയുടെ കാര്യം. അനഘ റൂമിലൊക്കെ ആണെങ്കിൽ പോലും അഭി അറിയാതെ നല്ല രീതിയിൽ നവ്യ ശ്രദ്ധിക്കുന്നുണ്ട്. അനഘയെ കൊല്ലാനായിട്ട് അഭി വരുമെന്നുള്ള കാര്യം നവ്യയ്ക്ക് നന്നായിട്ടറിയാം. അതുകൂടാതെ അനഘയെ നോക്കുന്ന ഒരു ചേച്ചിയും കൂടി ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ അനഘ അവിടെ സുരക്ഷിതമായിരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ദേവയാനിക്കും ഒക്കെ ഭയങ്കര ടെൻഷനാണ്. ഒരു ദിവസം രാത്രിയിൽ ദേവയാനി കിടക്കാണ്. കിടന്നു കഴിഞ്ഞിട്ട് ദേവയാനിക്കാണെങ്കിൽ ഉറക്കം വരുന്നേയില്ല. ദേവയാനി ചാടി എണീക്കുകയാണ് കേട്ടോ. ദേവയാനിയുടെ മനസ്സ് മുഴുവൻ ടെൻഷൻ അഭി അനഘ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള കാര്യത്തിലാണ്. ദേവയാനി അങ്ങനെ എണീറ്റ് രാത്രിയിൽ അനഘയുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. അങ്ങോട്ട് പോകുന്ന വഴി ദേവയാനി ഒരു കാഴ്ച കാണുകയാണ് കേട്ടോ. ജലജയും അഭിയും കൂടി നിന്ന് സംസാരിക്കുന്നത്. ദേവയാനി അവിടെ മറഞ്ഞു നിന്ന് അതെല്ലാം കേൾക്കുന്നുണ്ട്. അഭി പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ ഈ നാശത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി അവളെങ്ങാനും സംസാരിക്കാൻ തുടങ്ങി അവളുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീണാൽ ആ നവ്യ അറിഞ്ഞാൽ പിന്നെ എനിക്ക് ജീവിതം ഉണ്ടാവില്ല എന്ന് പറയാം. അപ്പോഴേക്കും ജലജ പറയാം, എടാ നിനക്ക് അങ്ങനെയൊക്കെ തന്നെ വേണോടാ, ഇതൊക്കെ ഇങ്ങനെ വരുമെന്ന് എനിക്കറിയായിരുന്നു. നീ എന്നെ നിന്ദിച്ച് നിൻ്റെ അച്ഛൻ്റെ കൂടെ പോയില്ലേ. ഞാൻ പല പ്രാവശ്യം നിന്നോട് പറഞ്ഞില്ലേ അയാളെ കാണാൻ പോകരുതെന്ന്. എന്നിട്ട് നീ വീണ്ടും അച്ഛനെ തേടിപ്പോയിരിക്കുന്നു. അയാൾ നിൻ്റെ ജീവിതത്തിൽ ഒരു നല്ല ശകുനമൊന്നുമല്ല. അയാൾ നിൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നിനക്ക് കഷ്ടകാലമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അന്നത് പറഞ്ഞത്. എന്നിട്ട് നീ പിന്നെയും അച്ഛനെ തേടിപ്പോയി. നിനക്കിതൊക്കെ തന്നെ വരണടാന്ന് പറയാം. അപ്പോൾ അഭി പറയാ, അച്ഛനെ തേടി പോകുന്നതിൽ എന്താ തെറ്റ്? അച്ഛനെ ഇന്ന് വേറൊരു മനുഷ്യനല്ല, ഒരു കോടീശ്വരനാ. അനേകം ബ്രാഞ്ചുകളുള്ള ഒരു ജുവലറിയുടെ ഓണറാണ്. അങ്ങനെ ഒരാളെ തേടി പോകുന്നതുകൊണ്ട് എനിക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ എന്താ അമ്മയ്ക്കിപ്പോൾ ഇത്ര ടെൻഷൻ? എനിക്ക് ടെൻഷൻ ഉണ്ടടാ, പല കാരണങ്ങളും ഉണ്ട്. നിന്നെയൊന്നും ഒരു ചെറുപ്പകാലത്ത് തിരിഞ്ഞു പോലും നോക്കാത്തവനാ അയാൾ. നീയൊക്കെ കൊച്ചായിരുന്നപ്പം നിന്നെ കഷ്ടപ്പെട്ട് വളർത്തിയത് ഞാൻ മാത്രമാണ്. അന്ന് നിൻ്റെ അച്ഛൻ വന്ന് നോക്കിയില്ലല്ലോ. എന്നിട്ടിപ്പോൾ അച്ഛനെ കണ്ടപ്പം എത്ര പണം ഉണ്ടെങ്കിലും അയാളുടെ അടുത്തേക്ക് നീ പോകുന്നത് എനിക്കിഷ്ടമില്ല. അപ്പോഴേക്കും അഭി പറയും, ഒന്ന് നിർത്ത്, ഞാൻ പോകുന്നില്ല. പക്ഷെ ഇതിനൊരു പരിഹാരം അമ്മ പറഞ്ഞതാ. ആ അനഘ എന്ത് ചെയ്യും? അവളെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുക. അവളെയും ചന്തുമോളെയും കാണുന്ന ഓരോ നിമിഷവും എനിക്കിങ്ങനെ BP കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതുമാത്രമല്ല, നവ്യയുടെ സംസാരം കൂടി കേൾക്കുമ്പം ആദർശിനെ കുറ്റപ്പെടുത്തി നവ്യ എന്തെല്ലാമാ പറയുന്നത്. അതെല്ലാം കൂടെ കേൾക്കുമ്പം അവൾ എൻ്റെ കുഞ്ഞാണ് ചന്തുമോളെന്ന് അറിഞ്ഞാലുള്ള അവസ്ഥയോ? അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, എടാ അത് അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാകും, അത് ഉറപ്പാണ്. ഇപ്പോഴത്തെ അനഘാന്ന് പറയുന്നവൾ സംസാരിക്കത്തൊന്നുമില്ലല്ലോ. ഇവിടെ ജീവശവം പോലെ കിടക്കുന്നതല്ലേ ഉള്ളൂ. പിന്നെ ഇപ്പം തൽക്കാലമൊക്കെ എണീറ്റ് നടക്കുന്നുണ്ടായിരിക്കും. മിണ്ടിയിട്ട് അവളൊന്നും പറയാനൊന്നും പോകുന്നില്ല. അപ്പോൾ അഭി പറയാം, അവൾ മിണ്ടിയിട്ട് പറയാൻ പോകുന്നില്ലെന്ന്. വെറും ശവം പോലെ കിടന്ന് അവളിപ്പോൾ എണീറ്റ് നടക്കാൻ തുടങ്ങി സ്വന്തമായിട്ട്. ഇനി ആരുടെയും സഹായം ഇല്ലാതെ അവൾ നടക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അവൾ സംസാരിക്കാനും തുടങ്ങും. പിന്നെ എൻ്റെ കാര്യം പോകും. അല്ലേലും അമ്മയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അവളെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് നയനെ ആദർശം നിർത്തിയിരിക്കുന്നതിന് പിന്നിൽ എന്തെങ്കിലും കാര്യം കാണുകയല്ലേ. ചുമ്മാതൊന്നുമല്ല, എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ അവർ ചെയ്ത പണിയാ. എടാ നീ ഒന്ന് അടങ്ങടാ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അത് കുറച്ച് ദിവസം എന്നാ പറഞ്ഞത്. അതിനുശേഷം അവളെ കെട്ടിക്കും. ഇല്ലെങ്കിൽ നമുക്ക് അവളെ അങ്ങ് തീർക്കാടാ. നിന്റെ കയ്യിലാണോ ഐഡിയ ഇല്ലാത്തത്? നീ എന്തെല്ലാം കള്ളത്തരങ്ങൾ ചെയ്യുന്നുണ്ടടാ. ആ കൂട്ടത്തിൽ നീ വിചാരിച്ച അവളെ അങ്ങ് ഇല്ലായ്മ ചെയ്യാനൊക്കെ പറ്റും. ഇനിയിപ്പോൾ അതൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ ഭാര്യ ഇതറിഞ്ഞ് നിന്നെ കൊല്ലുകയാണെങ്കിൽ അത് നിൻ്റെ വിധിയാണെന്ന് നീ വിചാരിച്ചാൽ മതി.
ചെയ്തു കൂട്ടിയ തെറ്റിൻ്റെയൊക്കെ ഫലമല്ലേ അനുഭവിക്കങ്ങ്. അമ്മയും ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അമ്മയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് കൂടിയാ. ഓഹോ, എനിക്കും കൂടെ വേണ്ടിയിട്ടാണോടാ നീ അനഘയെന്ന് പറഞ്ഞവളെ പ്രേമിച്ചതും ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിയതും ഒക്കെ ആണോടാ? അപ്പോഴേക്കും ആബിക്ക് ദേഷ്യം വരിക. ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ, ഒന്ന് പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ജലജ അവിടെ നിന്ന് അങ്ങ് പോവുക. അബി ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുകയാണ്. അപ്പോൾ ദേവയാനി ഇത് കാണുക. ദേവയാനി മനസ്സിലിങ്ങനെ ആലോചിക്കുക, അവൻ്റെ പ്ലാൻ കണ്ടില്ലേ, അനഘയെ ഇല്ലായ്മ ചെയ്യണമെന്ന്. സൂക്ഷിച്ചില്ലെങ്കിൽ പ്രശ്നമാകും. അനഘയെ കൊല്ലാൻ വേണ്ടി അവൻ ശ്രമിക്കുക തന്നെ ചെയ്യും. ഇപ്പം അവൻ ഓർക്കം പോലുമില്ല. അനഘയും ചന്തുമോളെയും ഇല്ലാതാക്കാൻ അവൻ ശ്രമിക്കും. കുറച്ചുകൂടി നമ്മൾ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ നവ്യയും മനസ്സ് വിചാരിക്കുന്നുണ്ട്. റൂമിലേക്ക് ലേറ്റായിട്ട് കയറി വരുന്ന അബിയോട് ചോദിക്കുകയാണ് നവ്യ, എടാ നീ എവിടെ പോയി ഇത്രയും സമയം? ഇവിടെങ്ങും കണ്ടില്ലല്ലോ, എന്താ ഇപ്പം ഈ പാതിരാത്രിയിൽ? ഏയ് ഒന്നുമില്ല, കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി പോയതാ. ആകെ മൊത്തം ഒരു വെപ്രാളം. എന്താടാ നിനക്ക് ഇത്ര വെപ്രാളം? അല്ല ഒന്നുമില്ല, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഉറക്കം വരുന്നില്ല. അതെന്താ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഇത്ര ഉറക്കം വരാതിരിക്കാനായിട്ട്? നിനക്ക് ഒരു പ്രശ്നമില്ലല്ലോ. എടി ആ അനഘയെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നതല്ലേ ആദർശിൻ്റെ കുഞ്ഞല്ലേ ചന്തുമോള്. അങ്ങനെ ഒരു അവിഹിതത്തിനെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പുറത്തുള്ള നാട്ടുകാരൊക്കെ അറിഞ്ഞാൽ എന്ത് വിചാരിക്കും? ബാക്കിയുള്ളവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? അപ്പം നവ്യ പറയാം, അതിന് നീ നാണം കെടാനൊന്നും പോകണ്ട. ഇതിനും വലിയ പ്രശ്നങ്ങൾ വന്നിട്ട് നമ്മൾ പുറത്തിറങ്ങി നടന്നില്ലേ? നീ ജയിലിലൊക്കെ കിടന്നാലേ, എന്നിട്ടും നമ്മൾ പുറത്തിറങ്ങി നടന്നില്ലേ? ഇതിപ്പം ആദർശം നയനിയാ പുറത്തിറങ്ങി നടക്കാൻ മടിക്കേണ്ടത്, നമ്മളാരുമല്ല. നീ വന്ന് കിടക്കുന്നുണ്ടോ? അപ്പം അബി വീണ്ടും പറയാം, അല്ലടി അവൾ ഇവിടെ നിന്ന് താമസിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ മോശമാണ്. നമ്മുടെ അനന്തപുരിയിലെ സ്വത്ത് ഭാഗം വയ്ക്കുമ്പോഴേ മുത്തച്ഛൻ ഒരു നല്ല ഭാഗം ആ ചന്തുമോളുടെ പേരിൽ അങ്ങ് എഴുതി കൊടുക്കും. അവൾ അതിന് വേണ്ടിയിട്ടായിരിക്കും ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പം നയന പറയാ, എടാ എഴുതി കൊടുക്കുന്നെങ്കിൽ കൊടുക്കട്ടടാ. ഇങ്ങനെ നാണം കേട്ട ഒരു സ്വത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തിനാ കാത്തിരിക്കുന്നത്? നിന്റെ അച്ഛൻ്റെ കയ്യിൽ കോടികളില്ലേ, കോടീശ്വരനല്ലേ. ഇവിടെ നിന്നൊന്നും തന്നില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം. ഇല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും കൂടെ അധ്വാനിച്ചങ്ങ് ജീവിക്കണം. ഇവരുടെ നാണം കെട്ട സ്വത്ത് നോക്കി നിൽക്കുന്നതിൽ നല്ലത് അത് തന്നെയാണ്. ഓ എടി, അങ്ങനെയൊന്നും പറഞ്ഞാൽ കയ്യിലുള്ളത് വിട്ടുകളയാൻ പറ്റുമോ? നീ ഒന്നും മിണ്ടാതെ കിടന്നുറങ്ങ്. അനഘ കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട് അങ്ങ് പോയിക്കോളും. സ്ഥിരമായിട്ട് ഇവിടെ നിർത്താനൊന്നും അല്ലെന്നാണ് നയന പറയുന്ന കേട്ടത്. എന്നാലും ആദർശം നയനയും ഇങ്ങനൊരു ചതി ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എടാ നീ ടെൻഷൻ അടിക്കാതെ, നയനയ്ക്കില്ലാത്ത വിഷമം നിനക്കെന്താടാ എന്ന് ചോദിക്കുക. ആവി എന്നിട്ട് ഒരു വിധത്തിൽ ഇങ്ങനെ കിടക്കുക. അപ്പം നവ്യ ഇങ്ങനെ മനസ്സിലാലോചിക്കുകയാണ് കേട്ടോ. നിന്റെ വെപ്രാളം ഒന്ന് കാണാൻ വേണ്ടി തന്നെയാ അനഘ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അനഘയും ചന്തുമോളും കൂടെ ഇങ്ങോട്ട് വരുമ്പം നീ ഇവിടെ കിടന്ന് വേർക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. വേർക്കടാ, ചെയ്ത കുറ്റത്തിൻ്റെ ശിക്ഷ നീ അനുഭവിക്കണം. ഇഞ്ചിഞ്ചായിട്ട് നീ അനുഭവിക്കണം. അവസാനം നിന്നെ ഞാൻ മണിച്ചിത്രത്താഴിട്ട് അങ്ങ് പൂട്ടും എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് നവ്യ. അതിനൊക്കെ ശേഷം പിറ്റേ ദിവസം ആവുക. അപ്പോഴേക്കും എല്ലാവരും അവിടെയുണ്ട്. അബിക്കാണെങ്കിൽ ആകെ ടെൻഷനാണ്. അബി മൊത്തത്തിൽ നാഗേന്ദ്രൻ്റെ അടുത്തേക്ക് അങ്ങ് ചെന്നിട്ട് പറയാം, അച്ഛാ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആ അനഘയെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കള്ളത്തരം ഫുള്ള് പൊട്ടും കേട്ടോ എന്ന് പറയാം. അപ്പം നാഗേന്ദ്രൻ പറയാം, എന്താടാ ഇപ്പം അനഘയെ അവിടെ കൊണ്ട് ആദർശ് താമസിപ്പിച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നിനക്ക് മനസ്സിലായെന്ന് ചോദിക്കാം. എന്തുദ്ദേശം? എന്നെ പൂട്ടാൻ വേണ്ടിയിട്ട്. അനഘയെ അവിടെ കൊണ്ടു നിർത്തി ശുശ്രൂഷിച്ച് അവൾ സംസാരിക്കാനും തുടങ്ങിക്കഴിഞ്ഞാൽ അവളുടെ വായിൽ നിന്നുള്ള സത്യം മുഴുവൻ നവ്യ അറിയും. അനഘ വിളിച്ച് പറഞ്ഞാൽ പിന്നെ നവ്യ അത് വിശ്വസിക്കും. പോരാത്തതിന് DNA ടെസ്റ്റിനൊക്കെ വേണമെങ്കിൽ നിർബന്ധിക്കും. അങ്ങനെ ആകുമ്പം എൻ്റെ കള്ളത്തരം മുഴുവൻ അങ്ങ് പൊളിയും. അതിനുള്ള പണിയാ ആ ആദർശം നയനയും കൂടി ചെയ്യുന്നത്. എടാ അങ്ങനെയുള്ള പണി ചെയ്താൽ നിന്നെ അങ്ങനെ വെറുതെ അങ്ങ് പൂട്ടാനൊന്നും പറ്റുമെന്ന് അവർ വിചാരിക്കണ്ട. നമ്മുടെ കയ്യിലും കളി കിട്ടുവാടാ. എന്ത് കളി കിട്ടാനാ അച്ഛാ? അവൾ ആശുപത്രി കിടന്നപ്പോൾ അവളെ കൊല്ലാൻ നമ്മൾ നോക്കിയതാ, നേഴ്സിന് പണം കൊടുത്ത്. അതിനു മുമ്പ് അവൾ വീട്ടിലായിരുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ട് അവളെ കൊല്ലിക്കാൻ നോക്കിയതാ. അന്നും നടന്നില്ല. അതിനുശേഷം ആശുപത്രിയിലായിരുന്നപ്പം അച്ഛനല്ലേ ആളെ വിട്ടത്. നടന്നില്ലല്ലോ. കുറച്ച് പണം നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങ് പോയി, അത്രയേ ഉണ്ടായുള്ളൂ. അപ്പം നാഗേന്ദ്രൻ പറയാം, അതൊക്കെ ശരി തന്നെയാ. അവക്കേ ആയുസ് ഇത്തിരി കൂടുതലാ. അതുകൊണ്ടാ ഇത്രയും പ്രാവശ്യം നമ്മൾ കൊല്ലാൻ ശ്രമിച്ചിട്ടും അവൾ ചാകാതെ ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോകുന്നത്. ചിലപ്പോൾ അവളുടെ ആയുസ് അവസാനിക്കുന്നത് അനന്തപുരിയിൽ വെച്ച് തന്നെയായിരിക്കും. എങ്ങനെ അവസാനിക്കുന്ന അച്ഛാ പറയുന്നത്? അവിടെ ഒരു കാര്യങ്ങളും നടക്കില്ല. അവളെ നോക്കാൻ 2 പേരെയാണ് നിർത്തിയിരിക്കുന്നത്. പോരാത്തതിന് അവിടെയുള്ളവരുടെ മുഴുവൻ കണ്ണും അവരുടെ നേരെയാ. വല്യമ്മയും അതുപോലെ തന്നെ മറ്റുള്ളവരെല്ലാവരും അവളെ ശ്രദ്ധിക്കുന്നുണ്ട്. അവളെ ഞാൻ ഉപദ്രവിക്കുമെന്ന് പേടിയുണ്ട് ആദർശനും നയനയ്ക്കും ഒക്കെ. അതുകൊണ്ട് അവരൊക്കെ അവളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കുക. എങ്ങനെയാ പിന്നെ ഇനി അവളെ ഒന്ന് ഒഴിവാക്കി വിടുക? എടാ നീ ഒരു കാര്യം ചെയ്യ്. അവൾ മരുന്നൊക്കെ കഴിക്കുന്നവളല്ലേ.
അപ്പോൾ അവളുടെ മരുന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് മാറ്റി വേറെ എന്തെങ്കിലും ആ സ്ഥാനത്തൊക്കെ വെച്ച് ആ മരുന്ന് നീ കഴിപ്പിക്കണം എന്ന്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ അവൾ മരിക്കുള്ളൂ. ഒരു സ്ലോ പോയിസൺ പോലെ വലിയ താമസമില്ലാതെ അങ്ങ് ജീവൻ അങ്ങ് പോയിക്കോളും. അത് നീ ശ്രദ്ധിച്ചാൽ മതിയെന്ന് പറയാം. അത് നല്ലൊരു ഐഡിയ ആണല്ലോ അച്ഛാ. ആരും അറിയയില്ല, പിടിക്കുകയില്ല. അവസാനം ഈ അസുഖം വന്ന് കിടന്നവൾ പെട്ടെന്ന് അങ്ങ് മരിച്ചു പോയാലും ആരും ഒന്നും ചിന്തിക്കാൻ പോകുന്നില്ലല്ലോ. നമുക്ക് അങ്ങനെയെങ്കിലും കാര്യം ശ്രമിക്കാമെന്ന് പറയാം. അപ്പോൾ അഭി പറയാം, നല്ലൊരു ഐഡിയ ആണ്. ഞാനാണെങ്കിലേ എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവനെ വിളിച്ച് മരുന്നിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ചോദിക്കട്ടെ. ഇന്ന് തന്നെ ആ സംഭവം അങ്ങ് ഒപ്പിക്കാം. ആരും ഇല്ലാത്ത സമയം നോക്കി അവളുടെ മരുന്നുകൾ ഞാനങ്ങ് മാറ്റി വെച്ചോളാം. പിന്നെ ഒന്നും പേടിക്കാനില്ലല്ലോ അല്ലേ. നൈസായിട്ട് അവളങ്ങ് തീർന്നോളും. അവൾ സംസാരിക്കാനും പോകുന്നില്ല, എണീറ്റ് നടക്കാനും പോകുന്നില്ല, എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ നവ്യയോട് പറയാനും പോകുന്നില്ല എന്നൊക്കെ വിചാരിച്ച് പറഞ്ഞിട്ട് അബി അവിടുന്ന് പോവാം. എന്നിട്ട് അബിയുടെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് ഇങ്ങനെയുള്ള മരുന്നുകൾ കിഡ്നിയും കരളും ഒക്കെ അടിച്ചു പോകാൻ വേണ്ടിയിട്ട് ഈ മരുന്നുകൾ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും ആള് തീർന്നോളും, സ്ലോ പോയിസൺ പോലെ പോകും. അങ്ങനെയുള്ള മരുന്നുകൾ അനഘയുടെ മരുന്നിൻ്റെ സ്ഥാനത്ത് ആ സ്ട്രിപ്പിലേക്കൊക്കെ ആക്കി വെക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തുക. അങ്ങനെ മരുന്നൊക്കെ ആയിട്ട് അബി വരികയാണ്. അപ്പോൾ അബിയെ ഏത് സമയത്തും നവ്യെ ശ്രദ്ധിക്കുന്നുള്ളത് കൊണ്ട് തന്നെ നവ്യക്ക് നല്ല സംശയമൊക്കെ ഉണ്ട്. നവ്യ നോക്കുന്നുണ്ട് ഇവൻ എന്താണ് കാണിക്കാൻ പോകുന്നതെന്ന്, അബിയുടെ പെരുമാറ്റത്തിലുള്ള ആ ഇതൊക്കെ. അങ്ങനെ രാത്രി സമയമാകുമ്പം എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പം അനഘ ഫുഡ് അവിടെ കൊടുത്ത് കഴിച്ചതിന് ശേഷം അനഘ കിടക്കുന്ന സമയമാണ്. ആ സമയത്ത് തന്നെ അനഘയെ നോക്കുന്ന ചേച്ചി താഴെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിരിക്കുക. ആ സമയം തന്നെ അബി നോക്കി നിൽക്കുകയാണ് കേട്ടോ എന്താ സംഭവിക്കുന്നതെന്ന്. നവ്യാണെങ്കിൽ ഫുഡ് കഴിക്കാൻ പോയില്ല. നവ്യ ഫുഡ് കഴിക്കാൻ പോവാതെ അവിടെ തന്നെ ഇരിക്കുകയാണ്. ആരുമില്ലാത്ത സമയത്ത് അനഘയെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന ചിന്തയോടുകൂടി തന്നെയാണ് നവ്യ അവിടെ ഇരിക്കുന്നത്. ആ സമയത്ത് അബി മരുന്നുകളുമായിട്ടൊക്കെ വരിക. മരുന്നുകളുമായിട്ട് വരുന്ന കണ്ട് അനഘയുടെ റൂമിലേക്ക് പമ്മി പോകുന്നതും കാണുകയാണ്. അനഘ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോഴേക്കും അബി കയറി മരുന്നുകളൊക്കെ മാറ്റി വെക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ നവ്യ പുറത്ത് നിന്ന് കാണുന്നുണ്ട് കേട്ടോ. നവ്യ ഇത് ശരിയാക്കി തരാടാന്ന് മനസ്സിൽ വിചാരിക്കുകയാണ്. എന്നിട്ട് അബി ഒന്നും അറിയാത്ത പോലെ ഇറങ്ങിപ്പോവാണ് ചെയ്യുന്നത്. ആ സമയത്ത് നവ്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നീ എന്താ വിചാരിച്ചത് മരുന്ന് മാറ്റി വെച്ച് ആ പെങ്കൊച്ചിനെ അങ്ങ് കൊല്ലാവുന്നോ? അതൊന്നും നടക്കാൻ പോകുന്നില്ലടാ. നിന്റെ കളികളൊന്നും ഇനി നടക്കില്ല. ഇത്രയും നാൾ നടന്നതൊക്കെ നടന്നു, ഇനി അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് നവ്യ വന്നിട്ട് ആ മരുന്നുകളൊക്കെ അതുപോലെ തന്നെ മാറ്റി വയ്ക്കുകയാണ്. അബി വച്ച മരുന്നുകളൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ട് മാറുക. എന്നിട്ട് പുറത്ത് പോയിട്ട് ആ മരുന്നൊക്കെ നോക്കുന്നുണ്ട്. നോക്കി എല്ലാം ഗൂഗിളിലൊക്കെ അടിച്ച് നോക്കുകയാണ്. എന്നിട്ട് ഓരോ മരുന്നിൻ്റെയും പ്രത്യേകതയൊക്കെ നോക്കുകയാണ്. എല്ലാം ഓരോ അസുഖങ്ങൾ വന്ന് ലിവറും കിഡ്നിയും ഒക്കെ അടിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളാണ് കേട്ടോ. ഇത്രയൊരു ദുഷ്ടനാണല്ലോ ഇവൻ ഇത്രയൊക്കെ ഈ അനഘയോട് ചെയ്തിട്ടും ഇനി അവളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇങ്ങനൊരു ദുഷ്ടത്തരം കൂടെ. അവൻ്റെ പ്ലാൻ കൊള്ളാം. ഇങ്ങനെ ഈ മരുന്ന് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അനഘയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുടുങ്ങാൻ പോകുന്നത് മരുന്ന് കൊടുക്കുന്ന ആ ചേച്ചിയും അതുപോലെ അനന്തപുരിയിലുള്ള മറ്റുള്ളവരുമാണ്. അവരെല്ലാവരും എന്തെങ്കിലും വൈരാഗ്യം തീർക്കാൻ വേണ്ടി അനഘയോട് ചെയ്തതാണെന്ന് ഇവൻ വരുത്തി തീർക്കും. ആദർശനെയും നയനെയും വരെ അതിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയാണ്. അതിനുശേഷം ഇതെല്ലാം മനസ്സിലാക്കി നവ്യ ഇറങ്ങണം. നവ്യ വന്നിട്ട് നയനയെ വിളിക്കുന്നുണ്ട്. നയനയെ വിളിച്ച് സംസാരിക്കുക. നയന, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാം. അപ്പം നയന ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി എന്ന് ചോദിക്കുക. അതെ, ഇന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഫുഡ് കഴിക്കാൻ താഴേക്ക് പോയ സമയത്ത് അബി അനഘയുടെ റൂമിലേക്ക് പമ്മി പോകുന്നത് ഞാനും പുറകെ ചെന്നപ്പം അനഘയുടെ മരുന്നുകൾ മാറ്റിയിട്ട് ആ സ്ഥാനത്ത് അവൻ മറ്റെന്തോ മരുന്നുകളൊക്കെ വെക്കുന്നത് ഞാൻ കണ്ടു. കയ്യോടെ അവൻ പോയതിന് ശേഷം ഞാൻ അതെല്ലാം എടുത്തു മാറ്റി. ആ മരുന്നുകളെക്കുറിച്ചൊക്കെ അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത് അതൊക്കെ സ്ലോ പോയിസൺ ആണെന്നാണ്. കരളും കിഡ്നിയൊക്കെ അടിച്ചു പോകാൻ വളരെ എളുപ്പമാണ്. അവൻ നൈസായിട്ട് നമുക്കും കൂടി ഒരു പണി തന്നതാണല്ലോ എന്ന് പറയാണ് നയനയപ്പോൾ. അപ്പം നവ്യ പറയുന്നുണ്ട്, ശരിയാണ്. ഇവിടെ വച്ച് അനഘ ഈ മരുന്നുകളൊക്കെ കഴിച്ച് അനഘയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ മരുന്ന് കൊടുക്കുന്ന ചേച്ചിയും അതുപോലെ നിന്നെയും ആദർശേട്ടനെയും ആയിരിക്കും സംശയിക്കാൻ പോകുന്നത് എന്ന് പറയാണ്. അപ്പം നയനയും പറയാം, ശരിയാണ്, ഞാനും ആദർശേട്ടനും കൂടിയല്ലേ ഇവിടെ അനഘയെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത്. മനഃപൂർവ്വം ചെയ്തതാണെന്നും ആദർശേട്ടൻ്റെ കുഞ്ഞായതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തതെന്നും അവൻ പറഞ്ഞു പരത്തും. ഞങ്ങൾ മനഃപൂർവ്വം അനഘയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അനന്തപുരിയിലേക്ക് തന്നെ കൊണ്ടുവന്നെന്നും അവൻ വരുത്തി തീർക്കും. അപ്പം നവ്യ പറയാം, ശരിയാണ്, അവന് ഭയങ്കര ബുദ്ധിയാണ്. അവൻ അങ്ങനെയൊക്കെ ചെയ്യും. ആരും അറിയേയില്ല, അനഘയുടെ ജീവൻ അങ്ങ് പോവുകയും ചെയ്യും. അതിനു വേണ്ടിയുള്ള കളിയാണ് അവൻ കളിച്ചത്. ഏതായാലും ഞാനിപ്പോൾ മരുന്നൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അനഘയുടെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ വേണം നമുക്ക് എന്ന് പറയാണ്. അപ്പം നയനയും പറയുന്നുണ്ട്, ശരിയാ, കുറച്ചുകൂടി ശ്രദ്ധ വേണം, അതിനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറയാണ്. നയന ഈ വിവരം ചെന്ന് ആദർശിനോട് പറയാണ്.
ആദർശ് അപ്പോൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇവന് എന്താ ചെയ്യേണ്ടത്? ഇപ്പം തന്നെ ചെന്ന് തല്ലി ഇറക്കണം ഇവനെ, അടിച്ച് അവൻ്റെ പല്ല് നാലും കളയണം എന്നൊക്കെ പറയാണ്. അപ്പം നയന പറയുന്നുണ്ട്, വേണ്ട ആദർശേട്ടാ, ഇപ്പോൾ ഒന്നിനും പോകണ്ട. ഈ വിവരങ്ങളൊന്നും നമ്മൾ അറിഞ്ഞു എന്ന് ഭാവിക്കുകയും വേണ്ട. അത് വീണ്ടും അനഘയെ കൊല്ലാനായിട്ട് അവൻ ശ്രമിക്കാനുള്ള കാരണമാകും. അതുകൊണ്ട് ഇതിന് പരിഹാരം വേണം. അനഘയുടെ സുരക്ഷ കുറച്ചുകൂടി കൂട്ടണം. അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ ആദർശ് പറയാണ്, അതിനുവേണ്ടി നമുക്ക് ചെയ്യാം. അനഘയുടെ റൂമിൽ ഒരു ക്യാമറ വയ്ക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ആരും അറിയാതെ ഒരു ഒളി ക്യാമറ വയ്ക്കണം. അബി അറിയരുത് അവിടെ അങ്ങനെ ഒരു ക്യാമറ ഉണ്ടെന്ന്. ഇവൻ അനഘയുടെ റൂമിൽ കയറുന്നുണ്ടോന്നോ മരുന്ന് മാറ്റി വെക്കുന്നുണ്ടെന്നോ അനഘയെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടോന്നൊക്കെ നമുക്ക് അതുവഴി അറിയാൻ പറ്റുമല്ലോ എന്ന് പറയാണ്. അപ്പം നയനയും പറയാം, ശരിയാ, അടുത്ത ദിവസം തന്നെ അത് ചെയ്യണം. ഈ വിവരം അപ്പച്ചിയോ അബിയോ ഒന്നും അറിയാനേ പാടില്ല. അവന്തികയും അറിയണ്ടെന്ന് പറയാം. അപ്പം ആദർശ് പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ ഏറ്റു എന്ന് പറയാണ്. അങ്ങനെ അവർ അനഘയുടെ റൂമിൽ ഒരു ഒളി ക്യാമറ വയ്ക്കുകയാണ് കേട്ടോ. അബിയും ജലജയും ഒന്നും അറിയുന്നേയില്ല. അതിനുശേഷവും അബി ഇങ്ങനെ ടെൻഷൻ അടിക്കുകയാണ്. അബിയുടെ മനസ്സിലൊരു സന്തോഷമൊക്കെ ഉണ്ട്. മരുന്നൊക്കെ ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണല്ലോ, ഇനിയിപ്പോൾ അവൾ അധികകാലം ജീവിച്ചിരിക്കില്ല, കുറച്ച് കഴിയുമ്പോൾ ഇവൾക്ക് അസുഖം ഉണ്ടാവും എന്നൊക്കെ. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, ഒന്നും സംഭവിക്കുന്നില്ല. അനഘയുടെ ആരോഗ്യം ഒന്നിനൊന്നിനും മെച്ചപ്പെട്ട് വരികയാണ്. ആരെങ്കിലുമൊക്കെ പിടിച്ച് നടന്നുകൊണ്ടിരുന്ന അനഘ പിന്നെ ആരുടെയും സഹായം ഇല്ലാതെ നടക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ തുടങ്ങി. ചെറിയ രീതിയിൽ സംസാരിക്കാനും ഒക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അബിക്ക് ടെൻഷൻ വീണ്ടും കൂടുകയാണ് കേട്ടോ. അബി പിന്നെയും പോയി നാഗേന്ദ്രനെ കാണുകയാണ്. എന്നിട്ട് പറയുക, അച്ഛാ, നമ്മൾ ചെയ്തത് ഒന്നും ഫലിക്കുന്നില്ലല്ലോ. അവളുടെ മരുന്നുകളൊക്കെ ഞാൻ മാറ്റി വെച്ചതിരുന്നാ. അത് കഴിച്ച് ഒരാഴ്ചക്കുള്ളിൽ തന്നെ മരണം സംഭവിക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പം ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു. അവളിപ്പം കൂടുതൽ ആരോഗ്യത്തോടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവൾ സഹായം ഇല്ലാതെ നടക്കാൻ തുടങ്ങി, ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, ചെറുതായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഇനിയിപ്പം അവളെല്ലാം പറയും. ഇനി അവൾ സംസാരിക്കാൻ കൂടി തുടങ്ങിയാൽ തീർന്നു പോവും. അവൾക്ക് ആ മരുന്ന് കഴിച്ചിട്ട് ഒരു കുഴപ്പമില്ല അച്ഛാന്ന് പറയാണ്. അപ്പം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും. നീ മരുന്ന് മാറ്റി വെച്ചത് മറ്റാരെങ്കിലും കണ്ടോ, ആരെങ്കിലും അറിഞ്ഞോ എന്ന് ചോദിക്കുക. ഇല്ല, ആരും കണ്ടുമില്ല, അറിഞ്ഞുമില്ല. പക്ഷേ മരുന്ന് കൊടുക്കുന്നവരാരോ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാ പൊട്ടാ. ആ മരുന്ന് അവർ മാറ്റിയിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഇപ്പോൾ അവൾ മരിച്ചേനേന്ന് പറയാം. എന്തായാലും ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവളെ ഞാൻ കൊല്ലും, ശ്വാസം മുട്ടിച്ചാണേലും കൊല്ലും. എങ്ങനെയെങ്കിലും ഹാർട്ട് അറ്റാക്ക് വന്നോ എങ്ങനെയെങ്കിലും മരിച്ചതാണെന്ന് വരുത്തി തീർക്കും ഞാൻ. കുറച്ച് പണം എറിയാൻ അച്ഛൻ തയ്യാറല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും നീ അത് ചെയ്തു. നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാമെന്ന് പറയാണ്. അങ്ങനെ അബി തീരുമാനിക്കുകയാണ് കേട്ടോ അനഘയെ ഇല്ലാതാക്കാനായിട്ട്. ശ്വാസം മുട്ടിച്ച് തന്നെ കൊല്ലാൻ തീരുമാനിക്കുക. ഇതുപോലൊരു രാത്രിയിൽ അനഘ ഒറ്റയ്ക്ക് കിടക്കുന്ന സമയത്ത്, ആരുമില്ലാത്ത സമയം നോക്കി റൂമിലേക്ക് ചെല്ലുകയാണ്. നവ്യ ഇത് ശ്രദ്ധിച്ചുകൊണ്ട് നവ്യയെ പുറകെ ചെല്ലുന്നുണ്ട്. റൂമിൽ ചെന്ന അബി അനഘയുടെ അടുത്ത് ചെന്നിട്ട് അനഘ ഉറങ്ങിക്കിടക്കുന്ന അനഘയുടെ അടുത്ത് നിന്ന് ഒരു തലേണ എടുത്തിട്ട് ഇങ്ങനെ പിടിക്കുകയാണ്. അനഘയുടെ മുഖത്തേക്ക് വെച്ച് അമർത്തുകയാണ് കേട്ടോ. അനഘയാണെങ്കിൽ ശ്വാസം കിട്ടാതെ കിടന്ന് പെടയാണ്. ഈ സമയത്ത് നവ്യയും ആദർശും നയനയും എല്ലാം കൂടെ റൂമിലേക്ക് കയറി ചെല്ലുക. എല്ലാം കൂടെ ചെല്ലുമ്പോഴേക്കും അബി ഞെട്ടിത്തരിച്ച് തലേണ അങ്ങോട്ട് വിടുകയാണ്. ഒരു അല്പശ്വാസത്തോടെ അനഘ ചാടി എണീക്കുകയാണ് കേട്ടോ. അങ്ങനെ അനഘയ്ക്ക് വല്ലാതെ ശ്വാസം മുട്ടുകയും ചുമയ്ക്കുകയും ഒക്കെ ചെയ്യാണ്. അബിയാണെങ്കിൽ ഓടിപ്പോണോ എങ്ങോട്ട് പോകണം എന്നറിയാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആദർശ് കരണക്കുറ്റി നോക്കി ഓരോ എണ്ണ അബിക്കിട്ട് കൊടുക്കുക. എടാ ദുഷ്ടാ, നീ അവളെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കായിരുന്നല്ലേ? നീ എന്താ വിചാരിച്ചത് ഞങ്ങളെല്ലാവരും ഉറങ്ങുകയാണെന്നോ? അവളെ എന്തെങ്കിലും ചെയ്താൽ ഞങ്ങളാരും അറിയില്ലെന്നോ? നിന്റെ കള്ളത്തരങ്ങൾ മുഴുവൻ കണ്ടുപിടിച്ചതാന്ന് പറയാ. അപ്പോൾ അബി പറയാ, എന്ത് കള്ളത്തരം കണ്ടുപിടിച്ചെന്നാ ഞാൻ ഈ റൂമിൽ വന്നതോ ഇവളെ കൊല്ലാൻ ശ്രമിച്ചതോ? നിങ്ങൾ എന്ത് കണ്ടെന്നാ? ഒന്നും കണ്ടിട്ടില്ല. ഞാൻ ഇവളെ ഒന്നും ചെയ്യാനും ശ്രമിച്ചിട്ടില്ല. ആദർശേട്ടനല്ലേ ഇവളെ ഒഴിവാക്കേണ്ട ആവശ്യം. അപ്പോഴേക്കും ഒറ്റയടി നവ്യ കൊടുക്കുവാണ് അബിക്കിട്ട്. എടാ, ആദർശേട്ടനാണോടാ ഇവളെ ഒഴിവാക്കേണ്ട ആവശ്യം? നീ അല്ലേടാ ഇവളെ വഞ്ചിച്ചത്. ചന്തുമോള് നിന്റെ കുഞ്ഞല്ലേടാന്ന് ചോദിക്കുക. നവ്യ, അല്ല, ഇവരെല്ലാം വെറുതെ പറയുന്നതാണ്. നീ എൻ്റെ കൂടെയല്ലേ നിൽക്കുന്നത്. എന്നെ ഇവർ ചതിക്കാൻ വേണ്ടിയാ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് തന്നെ. നിന്നെ ആര് ചതിച്ചെന്നാ? ഇത് കണ്ടോടാ DNA ടെസ്റ്റിൻ്റെ റിപ്പോർട്ട്. നിന്റെ കുഞ്ഞാണ് ചന്തുമോളെന്ന് ഞാൻ മാസങ്ങൾക്ക് മുമ്പേ അറിഞ്ഞതാണ്. നിന്നെ ഒന്നിട്ട് വട്ടം ചുറ്റാനും നിന്നെ ഒന്ന് പൂട്ടാനും വേണ്ടിയിട്ട് മാത്രമാടാ ഞാൻ ഇതൊക്കെ ചെയ്തത് എന്ന് പറയാണ്. അപ്പോൾ ജലജ ശബ്ദം കേട്ട് അങ്ങോട്ട് വരിക. എന്താ ഇവിടെ? അപ്പോഴേക്കും നവ്യ പറയാ, ആദർശേട്ടാ, നന്ദുവിനെ വിളിക്കേ, ഇവനെ അറസ്റ്റ് ചെയ്യട്ടെ, തെളിവുകൾ നമ്മുടെ കയ്യിലില്ലേ എന്ന് പറയാണ്. അപ്പോഴേക്കും ആദർശ ഫോണിൽ നിന്ന് ആ വീഡിയോ അയച്ചു കൊടുക്കുകയാണ് കേട്ടോ. ആ ക്യാമറയിൽ നിന്ന് കിട്ടിയ വീഡിയോ നന്ദുവിനും അയച്ചു കൊടുക്കുക. അപ്പോഴേക്കും അബി, എന്ത് തെളിവ്? അപ്പം ജലജ പറയാം, നിങ്ങളെല്ലാവരും കൂടെ ഇവനെ എന്തിനാ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത്? ഇവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? തെറ്റ് ചെയ്ത് എന്താന്ന് അപ്പച്ചയ്ക്ക് മനസ്സിലാവും, പോലീസ് വന്നോട്ടെ എന്ന് പറയാണ്. അപ്പോഴേക്കും പോലീസ് എത്തുകയാണ് കേട്ടോ. നന്ദുവും പോലീസുകാരും കൂടി എത്തുകയാണ്.
അപ്പോൾ അഭി പറയുന്നുണ്ട്, ഇതിനൊക്കെ നിങ്ങളുടെ കയ്യിൽ എന്താ തെളിവ്? ഞാൻ അനഘയെ കൊല്ലാൻ പോയെന്നുള്ളതിന് ഒരു തെളിവില്ലല്ലോ. വെറുതെ ഇവരൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ നീ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാ. അല്ലെങ്കിലും നിനക്ക് എന്നോട് നേരത്തെ വൈരാഗ്യമുള്ളതാ എന്ന് പറയാണ്. നവ്യ, നീ ഇതൊന്നും വിശ്വസിക്കരുത്, മിണ്ടരുത് നീ എന്ന് നവ്യ പറയാണ്. ഇവള് നിന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടുന്ന് പോയില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും എന്ന് പറയാണ്. അപ്പോഴേക്കും നന്ദു ഫോണിൽ ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് ജലജയെ അഭി. എന്നിട്ട് പറയുന്നുണ്ട്, ഇതെന്താടാ ഇത്? കണ്ടില്ലേ അനഘയെ കൊല്ലാൻ നീ ശ്രമിക്കുന്നത്? നീ എന്താ വിചാരിച്ചത്? ഇതൊന്നും അറിയില്ല എന്നാണോ? കയറടാ ജീപ്പിലെന്ന് പറയാണ്. പോലീസുകാർ അഭിയെ വിലങ്ങ് വെച്ച് ജീപ്പിൽ കയറ്റി കൊണ്ടുപോവാണ് കേട്ടോ. അത് കാണുമ്പോൾ നമ്മുടെ നവ്യക്കൊക്കെ നല്ല സന്തോഷമാവുകയാണ്. നല്ല അടിപൊളി എപ്പിസോഡുകൾ ഇനി വരാനുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്